എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. ജൽദി ലോട്ട് കരോ, ജൽദി. എവിടെ നോക്കിയാൽ ആപ്പിളാണ്. പൈസ പൈസ പൂछते हैं. काम करो. ആപ്പിളിന്റെ ബിസിനസ്സാ? एक एप्पल बॉक्स कितना? हेलो, आपका कितना? कितना लोरी वाला माल? ആണല്ലേ. तीन. ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, നീ എവിടുത്തുകാരനാടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. ആപ്പിള് കണ്ടുപിടിച്ച് ഇവനാന്നാ വിചാരം. ഇവൻ ആരടാ? ആദാമിന്റെ അളിയനാ. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിങ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കാൻ. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും. എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. ഓഫ്കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തേ, വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എനിക്കറിയാം, നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്, ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്, കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോര്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യനാ മാതാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കാം. ഇതല്ലേ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നുമില്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ള, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്തരെയും? ആ എന്റെ അപ്പച്ചോ, നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തരെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന? അയ്യടാ, കല്യാണം കഴിക്കുമെന്നാ എന്റെ പൊന്ന്. മാമനവ്രത നിനക്ക് വേണ്ടിയാ. നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം.